ഇനി നമുക്ക് എടുക്കാനുള്ളത് തെർമോ കപ്പിൾ എന്നുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ മുന്നേ നമ്മൾ RTD പറഞ്ഞു, അതേപോലെ തന്നെ ടെർമിസ്റ്റർ പറഞ്ഞു അല്ലേ. അത് രണ്ടും എന്താണ്? പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. പക്ഷേ നമുക്കിപ്പോൾ എടുക്കാനുള്ള ഈ തെർമോ കപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഡു നോട്ട് നീഡ് എനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ ഫോർ ദ പ്രോസസ്സിങ്. അതിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആവശ്യമില്ലാത്തതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ പേര് നോക്കിയേ, തെർമോ കപ്പിൾ. എന്താ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു രണ്ട് എന്നുള്ളൊരു മീനിങ് ഉണ്ട് അല്ലെ. ഈ തെർമോ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് ജോയിൻ ടുഗദർ അറ്റ് വൺ എൻഡ്. അതിന്റെ ഒരു എൻഡിൽ എന്ത് ചെയ്യും? ജോയിൻ ചെയ്തിട്ടും മറ്റേ എൻഡിൽ വൺ എൻഡ് ആൻഡ് ടെർമിനേറ്റഡ് അറ്റ് അനദർ എൻഡ്. മറ്റേ എൻഡിൽ കണക്ട് ചെയ്യാണ്ടുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ജോയിൻ ചെയ്തിരിക്കുന്ന ഏരിയക്ക് പറയുന്ന പേര് ഹോട്ട് ജംഗ്ഷൻ എന്നും, അതേപോലെ തന്നെ അനദർ എൻഡിന് പറയുന്ന പേര് കോൾഡ് ജംഗ്ഷൻ എന്നുമാണ്. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മെറ്റീരിയൽസ് ആയിരിക്കും, രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗറിൽ റെഡ് കളറിൽ കാണുന്നത് ഒരു വയറും ബ്ലൂ കളറിൽ കാണുന്നത് വേറൊരു വയറുമാണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലും ടൈപ്പ് ബി എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയലുമാണ്. ഓക്കെ, ഇതിലെ ഈ ഒരു ഹോട്ട് ജംഗ്ഷനിലാണ് നമ്മൾ സെൻസിങ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ സെൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെമ്പറേച്ചറും ഇവിടെ നമുക്ക് അറിയുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി രണ്ട് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ചില സമയത്ത് ഈ രണ്ട് ടെമ്പറേച്ചർ സിമിലർ ആവാം, ചിലപ്പം എന്താവാം, വാരി ചെയ്യാം. സിമിലർ ആവുന്ന സമയത്ത് ഇവിടെ നോ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMFന്റെ ഭാഗമായിട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എന്തിൽ നടക്കുന്ന പ്രോസസ്സ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, തെർമോകപ്പിൾ ട്രാൻസ്ഡ്യൂസർ എന്നുള്ളിടത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഈ തെർമോകപ്പിൾ ഈസ് എ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഡിസിമിലർ മെറ്റീരിയൽസ്. രണ്ട് വ്യത്യസ്തമായ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജോയിൻ ടുഗദർ അറ്റ് വൺ എൻഡിൽ അതിനെ ജോയിൻ ചെയ്യും. ഇതിനെ സെൻസിങ് ജംഗ്ഷൻ എന്നും പറയാറുണ്ട്, അതേപോലെ തന്നെ ഹോട്ട് ജംഗ്ഷൻ എന്നും പറയാറുണ്ട്. ആൻഡ് ടെർമിനേറ്റഡ് അറ്റ് അനദർ എൻഡ്, വേറെ എൻഡിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു എൻഡിനെ പറയുന്നത് റഫറൻസ് ജംഗ്ഷൻ എന്നും അല്ലെങ്കിൽ കോൾഡ് ജംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ പ്രോസസ്സ്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഒരു സെൻസിങ് എലമെന്റ് ഈ ഒരു ഏരിയയിലായിരിക്കും സെൻസിങ് നടക്കുന്നത്. ഹോട്ട് ജംഗ്ഷനിലായിരിക്കും സെൻസിങ് എലമെന്റ് വെച്ചിട്ടുണ്ടായിരിക്കുക. അതേപോലെ കോൾഡ് ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറും ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, റെഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചില സമയത്ത് സിമിലർ ആയി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സിമിലർ ആവുന്ന സമയത്ത് ഈ മില്ലി വോൾട്ട്സിൽ ഒരു ചേഞ്ച് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു മീറ്റർ റീഡിങ്ങിൽ നോ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല, ഇവിടുത്തെ ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ റെഫറൻസ് ആൻഡ് കെപ്റ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വെൻ ടെമ്പറേച്ചർ ഡിഫറൻസ് exist between the two junctions and EMF is produced. ഇവിടെ രണ്ടിടത്തും രണ്ട് ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ട് മീറ്റർ ഇൻഡിക്കേഷൻസ് പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വാല്യൂ ഓഫ് EMF ഡിപ്പെൻഡ്സ് ഓൺ ദ വയർ മെറ്റീരിയൽസ് ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന വയർ മെറ്റീരിയൽസിനെയും അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ എന്ത് വോൾട്ടേജ് ചേഞ്ച് അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെ, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ഡിഫറൻസ് കാരണോ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് സീബക്ക് എഫക്റ്റ്.
It is discovered by Thomas John Seebeck എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഫൈൻഡ് ചെയ്തത്. Then Seebeck effect is the conversion of thermal energy temperature directly into the electrical energy or electricity. Thermal energy നെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സീബക്ക് എഫക്റ്റിൽ നടക്കുന്നത്. ആൻഡ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ത്രൂ എ ലൂപ്പ് ഓഫ് ടു ഡിഫറെൻറ്റ് മെറ്റൽസ് വെൻ ടു ജംഗ്ഷൻസ് ആർ കെപ്റ്റ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്നത് ഒരു മെറ്റീരിയലും ഒരു മെറ്റലും, ബ്ലൂ കളറിൽ കാണുന്നത് ഒരു മെറ്റലും ആണെന്ന് വിചാരിക്കാം. ഇവിടെ രണ്ട് ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷൻ റെഫറൻസ് ടെമ്പറേച്ചർ ജംഗ്ഷനും ഇവിടെ സെൻസിങ് ജംഗ്ഷനും ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹോട്ട് ജംഗ്ഷനും ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ മീറ്ററിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഈ ചേഞ്ചിനെയാണ് നമ്മൾ സീബക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ദ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ജംഗ്ഷൻസ് ആൻഡ് എൻഡ് ആർ കണക്റ്റഡ് ടു ഫോം എ ലൂപ്പ്. Also known as this process is also known as thermoelectric effect എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് ഫിഗർ വരച്ചു എന്നേ ഉള്ളൂ. ഇതൊരു ജംഗ്ഷനാണ്, ഇത് വേറൊരു ജംഗ്ഷനാണ്, അതിൻ്റെ ഇടയിൽ മീറ്റർ റീഡിംഗ് ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആണ്, ഇവിടെ യൂസ് ചെയ്യുന്നത് അയൺ ആണ്. ഓക്കെ, ദെൻ ഈ ഹോട്ട് ജംഗ്ഷനിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ദർ മേ ബി വേരിയേഷൻസ് ഓഫ് ടെമ്പറേച്ചർ ബിക്കോസ് ഓഫ് ദി രണ്ട് കാരണങ്ങളാണ്. ഒന്ന് അയണും കോപ്പറും രണ്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും പിന്നെ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷനും. ഇത് രണ്ടും കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സീബക്ക് എഫക്റ്റ്. ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെയർ dissimilar materials can be used for the constructions of thermocouple. But ഈ പെയർ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് the thermocouple is different types ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. R, S, K, E, T and J. It is based on the materials used. Okay, then the platinum and radium and platinum negative lead ആയിട്ട് platinum യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 to 1500 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് എന്ത് ചെയ്യാം? സെൻസിങ് റേഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് പ്ലാറ്റിനം ടു റോഡിയം 90% പ്ലാറ്റിനം 10% റോഡിയം ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ലീഡായിട്ട് പ്ലാറ്റിനം ആണ് യൂസ് ചെയ്യണമെങ്കിൽ സെയിം റേഞ്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് റേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി അത് തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ചില സമയത്തൊക്കെ ലീനിയർ ആയിട്ട് പോകുന്നുണ്ട്, ചില സമയത്ത് ലീനിയാരിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാതെയും പോയിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ മെഷർമെന്റ് ഫോർമുല എന്തൊക്കെയാണുള്ളത് നോക്കാം. V directly proportional to T1 minus T2. T1 എന്ന് പറയുന്നത് ഇവിടുത്തെ സെൻസിങ് റേഞ്ചും T2 എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് റേഞ്ചും ആണെന്ന് വിചാരിക്കാം. ദെൻ ദാറ്റ് ഈസ് നമ്മൾ ഈക്വൽ ടു ഫോർമാറ്റിലേക്ക് എഴുതുകയാണെങ്കിൽ V is equal to S of T1 minus T2 and S is equal to S1 minus S2. T1 is the temperature of the measuring junction and T2 is the temperature of the reference junction. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് തെർമോ കപ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസിൻ്റെ കേസിൽ ചീപ്പർ ദാൻ റെസിസ്റ്റൻസ് തെർമോമീറ്ററിനേക്കാളും ചീപ്പറാണ്. ക്യാൻ മെഷർ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്, ഓഫേഴ്സ് ഗുഡ് producibility, convenient for measuring the temperature at one particular point, and low accuracy and
the induced EMF temperature characteristics are non-linear is the disadvantages, and the signal amplification is required in many applications is another type of disadvantages, and it having the lower accuracy. ഇത്രയാണ് നമ്മുടെ തെർമോകപ്പിളിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.